നമസ്തേ ധ്വനിയോത്തമൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള 4 സംസ്ഥാനങ്ങളാണുള്ളത്. ഉത്തർപ്രദേശിലാണെങ്കിൽ 23 കോടി ജനങ്ങള്, മഹാരാഷ്ട്രയിലാണെങ്കിൽ 12 കോടി ജനങ്ങള്, ബീഹാറിലാണെങ്കിൽ 10 കോടി ജനങ്ങള്, പശ്ചിമ ബംഗാളിലാണെങ്കിൽ 9 കോടി ജനങ്ങള്. ഇവിടെ ഒക്കെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നേരിട്ടിട്ടുള്ളത്. അതായത് ഈ 4 സംസ്ഥാനങ്ങളിലായിട്ട് 54 കോടി ജനങ്ങളുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളിലെയും ഇലക്ഷന് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സീറ്റുകളും ജയിച്ചത് എത്രയാണെന്നും ഒന്ന് നോക്കിയാൽ ഉത്തർപ്രദേശിലാണെങ്കിൽ 403 സീറ്റ് ആകെ ഉണ്ടെങ്കിൽ അതിൽ കിട്ടിയത് 2 സീറ്റ്. മഹാരാഷ്ട്രയിലാണെങ്കിലോ 288 സീറ്റില് വെറും 16 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ബീഹാറിലാണെങ്കിൽ 243 സീറ്റില് 6 സീറ്റ് കിട്ടി. ഇനി പശ്ചിമ ബംഗാളിലാണെങ്കിലോ 294 സീറ്റില് ബിഗ് സീറോ, ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ 54 കോടി ജനങ്ങള് 4 സംസ്ഥാനങ്ങളിലായിട്ടുണ്ട്. 1228 സീറ്റാണ് ആകെയുള്ളത്. അതിൽ കോൺഗ്രസിന് കിട്ടിയതെന്ന് പറയുന്നത് 24 സീറ്റാണ്. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി ഈ 4 സംസ്ഥാനങ്ങളിലും ഇലക്ഷന് നേതൃത്വം നൽകിയിട്ട് കിട്ടിയ സീറ്റാണ് 24. അതായത് 2%. എന്നിട്ടും ഇങ്ങനെ കൊണ്ട് നടക്കുന്നവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾ ഈ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒരു ശൈലി കണ്ടോ? പണ്ടൊക്കെ ബസ് സ്റ്റോപ്പ്, ഹൈമാസ് ലൈറ്റ്, മിനിമാസ് ലൈറ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു ഈ MP-മാരുടെ വികസന ഫണ്ട് എന്ന് പറഞ്ഞു പോയിരുന്നത്. ഇപ്പൊ അത് മാറിയിരിക്കുന്നത് റെയിൽവേയിലേക്കാണ്. 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് അവിടേക്ക് ഒരു റെയിൽവേ കൂടി കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിലും അവരൊരു സ്റ്റേഷൻ ഒക്കെ പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഓരോ MP-മാരുടെ ഓരോ സംഭാവനകൾ നോക്കിയ ഓരോ സ്റ്റേഷൻ സംഭാവനകൾ, അമൃത് ഭാരതും വന്ദേ ഭാരതും ഒക്കെ ഇങ്ങനെ വരികയാണ്. ഹൈഡ്രജൻ ട്രെയിൻ ഒക്കെ വരുന്നു. റെയിൽവേ വേറെ ലെവലിലേക്ക് പോവാണ്. അപ്പൊ ഇവരുടെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുത്തു എന്ന് ജനങ്ങളെ കാണിക്കണ്ടേ? അതിനുള്ള പുറപ്പാടാ. പിന്നെ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ റെയിൽവേയുടെ വളവുകളൊക്കെ അങ്ങോട്ട് നിവർത്തുമെന്നാണ് VD സതീശൻ പറയണത്. ആ വളവ് നിവർത്തുമ്പോ 6 മണിക്കൂർ കൊണ്ടൊക്കെ ദിടീന്ന് വന്ദേ ഭാരത് എത്തും എന്നൊക്കെയാണ് ആള് തള്ളുന്നത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അദ്ദേഹം പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അത് കേരളത്തിലേക്കും വരും. അപ്പൊ റെയിലിന്റെ വളവുകൾ നിവർത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ, അതായത് UDFന്റെ ഓൾട്ടർനേറ്റീവ്, വളവുകൾ നികത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ 5-6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് എത്താൻ പറ്റും. അധികം ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്ത കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ തലവന്മാരൊക്കെയാണ് ഇവര്. അവരുടെ ആ ഒരു വിഷൻ കണ്ടോ? അത് നിങ്ങൾ കാണാതെ പോകരുത്.